എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ തെരുവിൽ വരുന്ന ഒരു കൂട്ടം പിള്ളേർ. അതിലുള്ള ഒരു 8 വയസ്സുകാരൻ കൊണ്ടുവന്ന പുതിയ ക്രിക്കറ്റ് ബാറ്റ് ഇഷ്ടപ്പെട്ട അയൽപക്കത്തെ കുട്ടി അത് കൈക്കലാക്കാൻ ആ 8 വയസ്സുകാരൻ്റെ വീട്ടിൽ കയറുകയാണ്. ആരും കാണാതെ അതെടുക്കാൻ വന്ന അവൻ ആ വീട്ടിൽ അന്ന് കണ്ട കാഴ്ചയിൽ പകച്ചു നിന്നുപോയി. എന്താണ് അവൻ അന്ന് ആ കണ്ട കാഴ്ച? വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഹൈദരാബാദിലെ കുക്കട്ട്പള്ളിയിലെ സംഗീത് നഗർ എന്ന ഏരിയയിലാണ് കൃഷ്ണ രേണുക ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവർക്ക് 2 മക്കളാണ്. 10 വയസ്സുകാരി സഹസ്രയും 8 വയസ്സുകാരൻ ശരണും. കൃഷ്ണ റോഡ് സൈഡിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അയാളുടെ ഭാര്യ രേണുക അതിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ്. തുച്ഛമായ വരുമാനമാണെങ്കിലും ഇവരുടെ ലൈഫ് നല്ല സമാധാനമുള്ളതായിരുന്നു. ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ഹൗസ് ഓണർ താമസിച്ചിരുന്നത്. ഇവർ ഏറ്റവും മുകളിലത്തെ നിലയിലെ ഒരു കോർണറിലാണ് താമസിച്ചിരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വാടകയ്ക്ക് ആ കെട്ടിടത്തിൽ അല്ലാതെയും ഉണ്ടായിരുന്നു. ഇതിൽ കൃഷ്ണയുടെ മകളായ സഹസ്ര 5ാം ക്ലാസ്സിലാണ്. കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ആ കുട്ടി പഠിക്കുന്നത്. വീട്ടിൽ നിന്നും നടന്നു പോകത്തക്ക ദൂരമുള്ള ഒരു സ്കൂളിലാണ് ശരൺ 3ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് ഒരുമിച്ച് നിന്ന് അടുക്കള ജോലികളൊക്കെ തീർത്ത് മക്കളെ സ്കൂളിൽ വിട്ടിട്ടാണ് ജോലിക്ക് പോയിരുന്നത്. ഇതാണ് ഇവരുടെ ഡെയിലി റുട്ടീൻ. എന്നാൽ 2025 ഓഗസ്റ്റ് 18-നും ഇതേപോലെ ഒരു നോർമൽ ദിവസമായിരിക്കും എന്ന് കരുതിയ ആ ദമ്പതികൾക്ക് അന്ന് തലയിൽ ഇടുത്തി വീണ പോലത്തെ ദിവസമാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 15, അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തി, പിന്നെ ഞായറാഴ്ച, അങ്ങനെ അടുപ്പിച്ച് 3 ദിവസത്തെ അവധിയൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞ ശേഷം തിങ്കളാഴ്ച, അതായത് ഓഗസ്റ്റ് 18-ന് പതിവ് പോലെ കൃഷ്ണയും രേണുകയും വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി ജോലിക്ക് പോവുകയാണ്. എന്നാൽ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയതിനാൽ സഹസ്രയ്ക്ക് മാത്രം അന്ന് സ്കൂളിൽ പോകേണ്ടതായിരുന്നു. ശരണിനെ സ്കൂളിലാക്കി ജോലിസ്ഥലത്തെത്തിയപ്പോഴാണ് രേണുക ഒരു കാര്യം ഓർമ്മിച്ചത്. ശരണിൻ്റെ ബാഗിൽ ലഞ്ച് എടുത്ത് വയ്ക്കാൻ മറന്നുപോയെന്ന്. ഉടനെ തന്നെ രേണുക വീട്ടിലേക്ക് വിളിച്ച് സഹസ്രയോട് ഉച്ചയ്ക്ക് ഒരു 12 മണിയാവുമ്പോൾ മറന്നുവച്ച ആ ലഞ്ച് ശരണിൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയുകയാണ്. ഈ വിവരം ഭർത്താവായ കൃഷ്ണയെ വിളിച്ചും രേണുക പറഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 12:10 ആയപ്പോൾ കൃഷ്ണയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ശരണിൻ്റെ ക്ലാസ് ടീച്ചർ, എന്താ സാർ കുട്ടിക്ക് ലഞ്ച് കൊണ്ടുവരാത്തത്? എല്ലാ കുട്ടികളും കഴിച്ചു തുടങ്ങിയല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണ സഹസ്ര എന്താണ് ചോറ് കൊണ്ടു പോകാത്തതെന്ന് ചിന്തിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയാണ്. എന്നാൽ സഹസ്ര ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇതോടെ കൃഷ്ണ വീട്ടിലേക്ക് സ്കൂട്ടറിൽ തിരിച്ചു. വീട്ടിലെത്തിയ കൃഷ്ണ കാണുന്നത് മുൻവാതിൽ പാതി തുറന്നു കിടക്കുന്നതാണ്. അകത്ത് കയറിയതും അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ആ ഹാളിൽ കണ്ടത്. സഹസ്ര രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. അയാളുടെ നിലവിളി കേട്ട് എല്ലാവരും അവിടെ ഓടിക്കൂടി. സഹസ്രയുടെ അമ്മ രേണുക വിവരമറിഞ്ഞ് എത്തിയതും മകളുടെ ആ ശരീരം കണ്ട് ആ പാവം അമ്മ ബോധം കെട്ട് വീഴുകയാണ്. പോലീസ് സംഘം ക്രൈം സീനിലെത്തി. ഫോറൻസിക്സ് വിദഗ്ധരും മെഡിക്കൽ ടീമും ഒക്കെ വന്ന് അരിച്ച് പറക്കി പരിശോധിച്ചിട്ടും ഒരു തുമ്പും കില്ലറെ പറ്റി കിട്ടിയില്ല. ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ഹൗസ് ഓണറിൻ്റെ വീടുള്ളത്. CCTV ആ വീട്ടിലാണ് ഉള്ളത്, അതിൻ്റെ മുൻവശത്ത്. അയാൾ അന്ന് മറ്റൊരു നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ആ CCTV പരിശോധിച്ചിട്ടും പോലീസിന് ഒന്നും കിട്ടിയില്ല. സഹസ്രയുടെ ബോഡിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ പുറത്ത് വരികയാണ്. അപ്പോൾ അതിൽ പറയുന്നത് തൊണ്ടയിൽ മാത്രം 7 വെട്ടേറ്റിട്ടുണ്ട്. കൂടാതെ 18 കുത്തുകൾ ശരീരത്തിൽ അവിടെ എവിടെയായിട്ടുണ്ട്. ഇതും കൂടാതെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നാണ്. ഇതാരാണ് ഭ്രാന്ത് പിടിച്ചതുപോലെ വന്ന് ഈ ഒരു 10 വയസ്സുകാരിയെ കൊന്നതെന്ന് പോലീസ് തല പുകയാൻ തുടങ്ങി. സംശയം തോന്നിയവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്താണ് ഒരാൾ പോലീസിനോട് വന്ന് ഒരു കാര്യം പറയുന്നത്. അതൊരു നിർണായകമായ ഒരു തെളിവായിരുന്നു. ആ ഏരിയയിൽ താമസിക്കുന്ന ഒരു IT എഞ്ചിനീയർ, അയാൾ വർക്ക് ഫ്രം ഹോമായിട്ട് ചെയ്യുകയാണ്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, ഈ സഹസ്രയുടെ വീട്ടിൽ നിന്നും 4 വീട് മാറി ഒരു 3 നില വീടുണ്ട്. ആ വീട്ടിൽ നിന്നും ഒരു പയ്യൻ മേളിലത്തെ നിലയിൽ നിന്നും ചാടി ടെറസ് വഴി ഓരോ വീടുകളോടും പോകുന്നത് ഞാൻ കണ്ടു. അവൻ ശരിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല.
പക്ഷേ ഒരു സംശയത്തക്ക നിലയിൽ എനിക്ക് അപ്പോൾ തോന്നിയിരുന്നു. ഇയാൾ പറഞ്ഞത് കേട്ട് പോലീസ് ആ വീട്ടിലെ പയ്യനെ പറ്റി അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് സഹസ്രയുടെ അനിയനായ ശരണിൻ്റെ സ്കൂളിലെ 10ൽ പഠിക്കുന്ന ഒരു 15കാരനായിരുന്നു ആ പയ്യൻ. ആ ദിവസം അവൻ സ്കൂളിൽ പോയിട്ടുമില്ല. ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്തടുത്ത് വീടുകളുള്ളതിനാൽ അവന് 3ാം നിലയിൽ നിന്നും അടുത്തടുത്ത വീടിൻ്റെ ടെറസ് വഴി ചാടി സഹസ്രയുടെ വീടിൻ്റെ ടെറസിൽ എത്താനും സാധിക്കും. ഈ കുട്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും വീട്ടിൽ തന്നെയാണ്. മാത്രമല്ല ഇവന് 2 ചേച്ചിമാരും ഉണ്ട്. പഠിത്തത്തിൽ പിന്നോക്കമായിരുന്ന ഇവൻ മാസങ്ങൾക്ക് മുൻപ് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് വീട്ടുകാർ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ആ ഫോൺ എവിടുന്നാണ് എന്ന് അവൻ്റെ അമ്മ ചോദിച്ചിട്ടും അവൻ കൃത്യമായൊരു ഉത്തരം കൊടുത്തില്ല. പോലീസുകാരുടെ റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടിൽ നിന്നും ഫോൺ വാങ്ങി കൊടുക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇവൻ ഇത് എവിടുന്നോ മോഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ പണം മോഷ്ടിച്ചെടുത്ത് ഫോൺ വാങ്ങിയതാണ് എന്നാണ്. ആ 15കാരൻ്റെ പേരോ ഫോട്ടോയോ പോലീസ് ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. കാരണം കുട്ടിയുടെ ഭാവിയെ മുൻനിർത്തിയാണ് അത് സീക്രട്ടാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും അത് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നായാലും ഈ കുട്ടിയോട് പോലീസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെയാണ് അവൻ ക്രൈം ത്രില്ലർ സ്റ്റോറി പറയുന്ന ലാഘവത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. നടന്നത് ഇതാണ്. ആ ഏരിയയിലെ 2 ഭാഗത്തെയും വീടുകൾക്കിടയിലുള്ള സ്ട്രീറ്റിലാണ് അവിടുത്തെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചിരുന്നത്. സഹസ്രയുടെ അനിയൻ ശരണും ഈ 15കാരനുമൊക്കെ ഒരുമിച്ചാണ് വൈകുന്നേരം കളിച്ചിരുന്നത്. ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ വന്ന ശരൺ ഒരു MRF ബാറ്റ് കൊണ്ടുവന്നത് ഈ ഒരു കുട്ടി കാണുകയാണ്. അത് വളരെ ഇഷ്ടപ്പെട്ടതിനാൽ എനിക്കിത് തരുമോ എന്ന് ശരണിനോട് ഇവൻ ചോദിക്കുന്നു. എന്നാൽ ശരൺ തൊടാൻ പോലും സമ്മതിച്ചില്ല. അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നുള്ള ചിന്ത ഇവനിലുണ്ടായി. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ കട്ടെടുക്കണം എന്ന് ഇവൻ തീരുമാനിക്കുകയാണ്. അതിനായി ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസും വീഡിയോസും യൂട്യൂബിലും OTTയിലും ഇവൻ കണ്ടു. പോലീസിനോട് ഈ പയ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്: എങ്ങനെ ഒരു മോഷണം നടത്തണമെന്നും അതിൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെടാനുള്ള ട്രിക്സ് എന്തൊക്കെയാണെന്നും പോലീസ് ഇനി അഥവാ ഇത് കേസാക്കിയാൽ പോലീസിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും വരെ എനിക്ക് സിനിമയിൽ നിന്നും വീഡിയോസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് സഹസ്രയുടെ വീട്ടിലെ എല്ലാവരും രാവിലെ പോയതും സഹസ്ര മുറ്റത്ത് നിൽക്കുന്നതും ഞാൻ കണ്ടു. വീട്ടിലെ 3ാം നിലയിൽ നിന്നും മറ്റ് ടെറസ് വഴി ചാടി ഞാൻ സഹസ്രയുടെ വീടിൻ്റെ ടെറസിലെത്തി. അതിനുശേഷം ടെറസ് വഴി ഇറങ്ങി നേരെ താഴെ എത്തിയപ്പോൾ സഹസ്ര ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവളുടെ കണ്ണിൽപ്പെടാതെ അടുക്കളയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്ന ശേഷം മുറിയിലായിരിക്കും ബാറ്റ് ഇരിക്കുന്നത് എന്ന് കരുതി തിരിഞ്ഞപ്പോൾ അടുക്കളയുടെ ഒരു മൂലയിൽ ആ ബാറ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ ബാറ്റ് എടുത്ത് തിരിഞ്ഞപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. സഹസ്ര തൊട്ട് പിറകെ നിൽക്കുന്നു. അവൾ എൻ്റെ ഉടുപ്പിൽ കയറി പിടിച്ചു വലിച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ അവളെ ഹാളിൽ തള്ളിയിട്ട് കഴുത്തിൽ പിടിച്ച് ഞെരിച്ചപ്പോൾ അവൾ ഡാഡി ഡാഡി എന്ന് വിളിക്കാൻ തുടങ്ങി. അവൾ മരിക്കുകയോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. എന്നെ കണ്ടത് അവൾ എന്തായാലും എല്ലാവരോടും പറയുമെന്ന് കരുതി കയ്യിലിരുന്ന കത്തിയെടുത്ത് ഞാൻ അവളുടെ തൊണ്ടയിലും ദേഹത്തും കുത്തി. രക്തം ഒരുപാട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തല വല്ലാതെ ആയിട്ട് കത്തി പോക്കറ്റിൽ വച്ച് വന്നതുപോലെ ഞാൻ ചാടി വീട്ടിലേക്ക് പോയി. ഷർട്ടിൽ കുറച്ച് രക്തമായതുകൊണ്ട് അത് കഴുകാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് കഴുകിയെങ്കിലും കറ നേരെ പോയതുമില്ല. ഇത്രയും ഡീറ്റെയിൽസ് അവനൊരു ലാഘവത്തോടെ പറഞ്ഞത് കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഏതോ വലിയ ഒരാൾ ചെയ്ത ഒരു ക്രൂരത എന്ന് തുടക്കത്തിൽ ചിന്തിച്ച പോലീസിന് ഒരു 15കാരനാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. ഇതിൽ 1-2 കാര്യങ്ങൾ ഇവൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഒന്നാമത്തത്, ഒരു ഫിംഗർ പ്രിൻറ്റ്സും കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കൈയിലും ഇവൻ ഗ്ലൗസ് ഇട്ടിരുന്നു. ഇതും സിനിമ കണ്ടിട്ടായിരിക്കാം. അടുത്തത്, സഹസ്രയുടെ മരണമറിഞ്ഞ് ആൾക്കാരും പോലീസും ബഹളമൊക്കെ ആയപ്പോൾ ഇവൻ ആ വീട്ടിൽ ആൾക്കാർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ആ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ശരണിനെ ആ വീട്ടിൽ വന്ന് ഇവൻ സമാധാനിപ്പിക്കുകയും ചെയ്തു. 5 ദിവസവും വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് സഹസ്രയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഇവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവിടെ ആരൊക്കെ വരുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ. ഇതെല്ലാം ഈ കുട്ടി സിനിമ വഴിയൊക്കെ പഠിച്ചു വച്ചിരുന്ന അറിവാണെന്ന് പോലീസിന് എന്തായാലും ഉറപ്പായി.
പോലീസ് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും ആ കത്തിയും ഒരു നോട്ട്ബുക്കും കണ്ടെടുത്തു. ആ നോട്ട്ബുക്കിൽ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ തുടക്കം മുതൽ ചെയ്യണമെന്നുള്ളത് ഇവൻ എഴുതി വച്ചിരുന്നു. ഇതിൽ 18 വയസ്സാകാത്തത് കൊണ്ട് ഈ കുട്ടിയെ ജുവനൈൽ ഹോമിലാണ് കോടതി വിട്ടത്. പക്ഷേ സഹസ്രയുടെ മാതാപിതാക്കൾ, അതായത് പ്രത്യേകിച്ച് അച്ഛൻ കൃഷ്ണ ചൂണ്ടിക്കാണിച്ച ചില ഗൗരവകരമായ സംശയങ്ങൾ പോലീസിനെ വിട്ടുകളയാൻ സാധിച്ചില്ല. എന്തെന്നാൽ കൃഷ്ണ പറഞ്ഞത്, ബാറ്റ് എടുക്കാനാണ് അവൻ എൻ്റെ വീട്ടിൽ വന്നതെങ്കിൽ എന്തുകൊണ്ട് അവൻ ആ ബാറ്റ് വച്ച് തന്നെ ഞങ്ങളുടെ മകളെ അടിച്ചു കൊന്നില്ല? പകരം അവൻ ആ കത്തി കൈവശം കൊണ്ടുവന്നത് എന്തിന്? അതുപയോഗിച്ച് എന്തിനാണ് അവൻ എൻ്റെ കുട്ടിയെ കൊന്നത്? ഇത് അവൻ ബാറ്റിന് മാത്രമല്ല അവിടെ കയറിയത് എന്തെങ്കിലും പണമോ സ്വർണമോ കട്ടെടുക്കാൻ വേണ്ടി കൂടിയാണ് എന്നാണ് അയാൾ പറഞ്ഞത്. പോലീസിനും ആ സംശയം തന്നെയാണ് തോന്നിയത്. പ്രീ പ്ലാൻ ചെയ്ത് കത്തി കൊണ്ടുവന്നത് കൃഷ്ണയുടെ സംശയത്തെ ബലപ്പെടുത്തിയ കാര്യമാണ്. കത്തിയുടെ കാര്യത്തിൽ ആ കുട്ടി മറുപടി ഒന്നും പറയുന്നുമില്ല. ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിൻ്റെ വിധി എന്തെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.